മലയാളത്തിലെ ആദ്യ എ സർട്ടിഫൈഡ് സിനിമ ഏതാണെന്നറിയാമോ? അറിയാൻ വഴിയില്ല, പറയാം. ആ പടം ഇറങ്ങിയിട്ട് 58 വർഷം കഴിഞ്ഞു. 1966 ജൂലൈ 15-നായിരുന്നു റിലീസ്. പ്രമുഖ സംവിധായകൻ എം കൃഷ്ണൻ നായരായിരുന്നു സിനിമ ഒരുക്കിയത്. തമിഴിലും തെലുങ്കിലുമൊക്കെ സിനിമ ചെയ്ത മനുഷ്യനാണ്. കുട്ടിക്കുപ്പായം, കാട്ടുതുളസി, ഖദീജ, കൊച്ചിൻ എക്സ്പ്രസ്, പാടുന്ന പുഴ, കള്ളിയങ്കാട്ട്, നീലി തുടങ്ങി ഒട്ടനവധി ഹിറ്റ് ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച സംവിധായകനാണ് അദ്ദേഹം. സിനിമ നിർമ്മിച്ചത് എം രാജു മാത്തനായിരുന്നു. നായകൻ നമ്മുടെ നിത്യഹരിത നായകൻ തന്നെ, അബ്ദുൾ ഖാദർ എന്ന സാക്ഷാൽ പ്രേം നസീർ. വിജയ നിർമ്മല ആയിരുന്നു നായിക. ജി ദേവരാജൻ, വയലാർ രാമവർമ്മ കൂട്ടുകെട്ടിൽ പിറന്ന ഗംഭീര പാട്ടുകളുണ്ട് സിനിമയിൽ. ഇനിയൊരു പ്രധാന കാര്യം പറയാം. അശ്ലീല ദൃശ്യങ്ങൾ ഉണ്ടായതുകൊണ്ടല്ല സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. പേടിപ്പെടുത്തുന്ന ഒട്ടനവധി രംഗങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. എന്തായാലും ചിത്രം അന്നത്തെ വലിയ ബോക്സ് ഓഫീസ് ഹിറ്റുകളിൽ ഒന്നായിരുന്നു. ആ സിനിമയുടെ പേരാണ് കല്യാണ രാത്രിയിൽ. എ എന്നാൽ പിന്നീട് അശ്ലീലം മാത്രമായി. ഇടയ്ക്കെത്തുന്ന ഹൊറർ ചിത്രങ്ങളും എ ആയിരുന്നുവെങ്കിലും പ്രേക്ഷകർ പേടിയെ അഡൽട്ടൊണ്ടിയായി പരിഗണിച്ചില്ല. വയലൻസിനെയും അങ്ങനെ തന്നെ. മലയാളം കണ്ട എക്കാലത്തെയും ക്ലാസിക്കുകളിലൊന്നായ യവനികയും തകരയും ലോറിയുമെല്ലാം എ വിഭാഗത്തിൽ സർട്ടിഫൈ ചെയ്ത ചിത്രങ്ങളാണ്. അവയൊന്നും പക്ഷേ മാർക്കറ്റ് ചെയ്യപ്പെട്ടത് വയലൻസിന്റെ പേരിലായിരുന്നില്ല. എ സർട്ടിഫിക്കറ്റ് ലഭിച്ച ആക്ഷൻ വയലൻസ് ചിത്രങ്ങളോട് യുവപ്രേക്ഷകർക്ക് പ്രിയം കൂടിയതോടെ ഇത് ലക്ഷ്യമിട്ട് നിരവധി ചിത്രങ്ങളെത്തി. എന്നാൽ ഇതുവരെ കാണാത്തത്ര വയലൻസും ചോരക്കളിയും ഇണക്കി ചേർത്ത ആദ്യ പരീക്ഷണമായിരുന്നു മാർക്കോ. അതാകട്ടെ പ്രതീക്ഷകൾക്കപ്പുറം വിജയം സ്വന്തമാക്കുകയും ചെയ്തു. ആദ്യ ദിനം 4,29 ലക്ഷം നേടിയ ചിത്രം 26 ദിവസങ്ങൾ കൊണ്ട് 100 കോടി ക്ലബിലെത്തി. 30 കോടിയായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ്. മലയാളത്തിനപ്പുറത്തേക്കുള്ള മലയാള സിനിമയുടെ വളർച്ചയായിരുന്നു പോയ വർഷത്തിന്റെ പ്രത്യേകത. പ്രേമലവും ആവേശവും മഞ്ഞുമൽ ബോയ്സുമെല്ലാം കേരളത്തിനൊപ്പം തന്നെ മറ്റു സംസ്ഥാനങ്ങളിലും നേട്ടമുണ്ടാക്കി. ആ വഴിയിൽ പുതിയ നാഴികക്കല്ലുകൾ പിന്നിട്ട് മുന്നേറുകയാണ് മാർക്കോ. പോയ വർഷത്തെ ചിത്രങ്ങൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമായിരുന്നു കാര്യമായ നേട്ടം കൊയ്തത്. എന്നാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കൊപ്പം ഉത്തരേന്ത്യൻ മാർക്കറ്റിലും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞതാണ് മാർക്കോയുടെ വിജയം. ഹിന്ദി മേഖലയിൽ നിന്ന് 12 കോടിയിലേറെയാണ് ചിത്രം നേടിയത്. ഏപ്രിലിൽ ചിത്രം കൊറിയയിലും റിലീസ് ചെയ്യാനൊരുങ്ങുന്നുവെന്നാണ് പുതിയ കേൾവി. അങ്ങനെയെങ്കിൽ ബാഹുബലിക്ക് ശേഷം ദക്ഷിണേന്ത്യയിൽ നിന്ന് കൊറിയൻ ഭാഷയിലെത്തുന്ന ദക്ഷിണേന്ത്യൻ ചിത്രം എന്ന നേട്ടവും മാർക്കോയെ തേടിയെത്തും. മാർക്കോയെ ആരാധകരുടെ ആവേശമാക്കിയത് ഉണ്ണിയുടെ സ്റ്റൈലും സ്വാഗും സ്ക്രീൻ പ്രസൻസും തന്നെയായിരുന്നു. ചിത്രത്തിലൂടെ ഒരു പാൻ ഇന്ത്യൻ ഹീറോയിലേക്കുള്ള വളർച്ചയിലേക്കുള്ള ആദ്യഘട്ടം പിന്നിട്ടു. മലയാളത്തിനൊപ്പം തമിഴും ഹിന്ദിയും കൂടി അനായാസം വഴങ്ങുന്ന ഉണ്ണിയെ തേടി പാൻ ഇന്ത്യൻ അവസരങ്ങൾ വന്നാൽ അത്ഭുതപ്പെടാനില്ല. 2016 ഉണ്ണിയുടേതായി പുറത്തുവന്ന സ്റ്റൈൽ എന്ന ചിത്രം യൂട്യൂബിൽ കണ്ട ഉത്തരേന്ത്യൻ പ്രേക്ഷകരുടെ എണ്ണം ലക്ഷങ്ങളായിരുന്നു. മാർക്കോയിലൂടെ വീണ്ടും മറുനാടൻ പ്രേക്ഷകർക്കിടയിൽ പരിചിതനാവുകയാണ് ഉണ്ണി. കോമഡിയെയും സെന്റിമെന്റ്സിനെയും അപേക്ഷിച്ച് ഭാഷയ്ക്കപ്പുറമുള്ള സ്വീകാര്യതയുണ്ട് വയലൻസിന്. കഥയേക്കാൾ ആക്ഷനാണ് മാർക്കോ പോലുള്ള സിനിമയിൽ പ്രാധാന്യം. അതിനാകട്ടെ എന്നും എവിടെയും ആസ്വാദകരുമുണ്ട്. കലയും കച്ചവടവും വിദഗ്ധമായി കൂട്ടിയിണക്കിയുള്ള പരീക്ഷണം കൂടിയായിരുന്നു മാർക്കോ. ചിത്രത്തിന്റെ മാർക്കറ്റിംഗ് മലയാളത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ളതായി. ട്രെയിലറോ പ്രമോഷൻ ഇന്റർവ്യൂവോ ഇല്ലാതെ തിയേറ്ററുകളിലെത്തിയ ചിത്രം സോഷ്യൽ മീഡിയ വഴിയുള്ള മാർക്കറ്റിംഗിനായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ഫാമിലി ഓഡിയൻസിനേക്കാൾ പുതുതലമുറയെ ലക്ഷ്യമിട്ടുള്ള മാർക്കറ്റിംഗ് പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള ഫലം കാണുകയും ചെയ്തു. എന്തായാലും മാർക്കോ മലയാള സിനിമയുടെയും ഉണ്ണി മുകുന്ദന്റെയും വഴിയിൽ വലിയൊരു വഴിത്തിരിവാകുകയാണ്. ഇനി എന്തെന്ന് കാത്തിരുന്നു കാണാം.